ബൾബാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നത്? നമുക്കിന്ന് നോക്കിയാലോ. ഇപ്പൊ സെയിം ബ്രൈറ്റ്നസിനായിട്ട് ഇൻകാൻഡസെന്റ് ബൾബ് യൂസ് ചെയ്യുന്ന 60 വാട്ട്സ് ആണ്, CFL യൂസ് ചെയ്യുന്ന 15 വാട്ട്സ് ആണ്, LED ജസ്റ്റ് 9 വാട്ട്സ് മാത്രം മതി. അത് വലിയൊരു ഡിഫറൻസ് ആണ് അല്ലേ? നിങ്ങളിപ്പോൾ ഡെയിലി ഒരു 5 മണിക്കൂറത്തേക്ക് ബൾബ് ഇടുന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഇൻകാൻഡൻസി യൂസ് ചെയ്യുന്ന 9 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. എന്നാൽ CFL ആണെങ്കിൽ 2.25 യൂണിറ്റ് മാത്രം മതി. അതുപോലെ LED ആണെങ്കിലോ 1.35 യൂണിറ്റ് മാത്രം. പക്ഷേ ജസ്റ്റ് ഇലക്ട്രിസിറ്റിയുടെ കാര്യം മാത്രമല്ല, ഇൻകാൻഡസെന്റ് ബൾബിനൊക്കെ വില കുറവാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ കത്തിത്തീരും. ഇനി CFL ബൾബ് ആണെങ്കിൽ കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യും, പക്ഷെ ഇതിൽ ഹാർംഫുൾ മെർക്കുറി ഉണ്ട്. ഇനിയിപ്പം LED ബൾബ് ആണെങ്കിലോ കൂടുതൽ പൈസയാവും വാങ്ങാൻ, പക്ഷെ ഇതെന്താണ് ഒരുപാട് സമയം വരെ നന്നായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ സേഫും ആണ്. സോ ആക്ച്വലി എത്രയാണ് നമുക്കിവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 5 വർഷത്തിൽ ഇൻകാൻഡസെന്റ് ബൾബ് ആണെങ്കിൽ 4500 രൂപ ചെലവാകും. CFL ആണെങ്കിൽ ഏകദേശം 1280 രൂപ. ഇനിയിപ്പോൾ LED ആണെങ്കിൽ ജസ്റ്റ് 848 രൂപ മാത്രം. സോ നമ്മളിവിടെ 5 വർഷത്തിൽ ഇൻകാൻഡൻസിൽ നിന്ന് LED നമ്മൾ മാറുവാണെങ്കിൽ നമുക്ക് 3652 രൂപ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ CFL മാറുവാണെങ്കിൽ 438 രൂപ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിത് ബൾബിന്റെ വിലയും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻകാൻഡൻസിന് ഒരെണ്ണത്തിന് ഏകദേശം 20 രൂപ വെച്ചാവും. 5 വർഷത്തിൽ നമുക്ക് 9 ബൾബൊക്കെ വേണ്ടി വരും. അങ്ങനെയെങ്കിൽ 180 രൂപയാവും. ഇപ്പോൾ CFL ഏകദേശം 100 രൂപയാകും. അപ്പോൾ നമുക്ക് 5 വർഷത്തിൽ 2 എണ്ണം വേണ്ടി വരും. അങ്ങനെയെങ്കിൽ 200 രൂപ. അതേ സമയത്ത് LED ആണെങ്കിൽ നമുക്ക് 1 മതി. അങ്ങനെയാണ് ഒന്നിന് എത്രയാണ് 200 രൂപയാകും. സോ ഇതിൽ ഏത് സെലക്ട് ചെയ്യാനായിരിക്കും നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ആ താഴെ കമന്റ്സിൽ നമ്മളോട് മെൻഷൻ ചെയ്യുക.